നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ. ജില്ലാതല പട്ടയ വിതരണം നടന്നു. 7454 പട്ടയങ്ങൾ വിതരണം ചെയ്തു. തന്നെ വധിക്കാൻ പലതവണ ശ്രമം നടന്നു. തികഞ്ഞ ദൈവവിശ്വാസമുള്ളതിനാൽ മാത്രം രക്ഷപ്പെട്ടുവെന്നും കെ സുധാകരൻ. ജി ശക്തിധരനെ തന്റെ നന്ദി അറിയിക്കുമെന്നും KS. കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കണമെന്ന ആവശ്യം NGO അസോസിയേഷൻ കളക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തി. ക്ഷാമബത്ത നൽകിയിട്ട് വർഷം 3 കഴിഞ്ഞു. വാർത്തകൾ വിശദമായി. ജില്ലാതല പട്ടയമേള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 3 ലാൻഡ് ട്രിബ്യൂണലുകളിൽ നിന്നുള്ള പട്ടയങ്ങൾ, RR തലശ്ശേരി ദേവസ്വം ലാൻഡ് ട്രിബ്യൂണൽ, അസൈൻമെന്റ് പട്ടയങ്ങൾ, മിച്ചഭൂമി പട്ടയങ്ങൾ ഉൾപ്പെടെ 7454 പട്ടയങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കേരളത്തിന്റെ സംസ്ഥാനത്താകെ പടർന്നു വന്നിരിക്കുന്ന ഒരു പട്ടയ മിഷൻ കേരളത്തിലെ ഗവൺമെന്റ് രൂപം നൽകി. പട്ടയ മിഷൻ എന്ന് പറഞ്ഞാൽ 5 തലങ്ങളിലുള്ള സംഘടനാ സംവിധാനം അതിന്റെ ഭാഗമായി വരികയാണ്. പട്ടയ മിഷന്റെ നിരീക്ഷണ സമിതിയായി പ്രവർത്തിക്കുക കേരളത്തിലെ ഗവൺമെന്റിന്റെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായിട്ടുള്ള ഒരു സമിതിയാണ്. 7 വകുപ്പുകളുടെ മേധാവികൾ ആ നിരീക്ഷണ സമിതിയിൽ അംഗങ്ങളായിരിക്കും. റവന്യൂ വകുപ്പ്, വനം വന്യജീവി വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, വൈദ്യുതി വകുപ്പ്, ജലവിഭവ വകുപ്പ്, നിയമ വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വകുപ്പ്. കായപ്പൊയിൽ ST കോളനിയിലുള്ള 5 പേർക്കും തോലാമ്പ്ര വില്ലേജിലെ പുരളിയിലുള്ള ST വിഭാഗത്തിൽപ്പെട്ട 7 പേർക്കുമുള്ള കൈവശരേഖയും വിതരണം ചെയ്തു. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA, KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലാൻഡ് ട്രൈബ്യൂണൽ പയ്യന്നൂരിൽ 1817, കൂത്തുപറമ്പ് 3054, ഇരിട്ടി 1848, RR തലശ്ശേരി 65, ദേവസ്വം ലാൻഡ് ട്രൈബ്യൂണൽ 300, അസൈൻമെന്റ് പട്ടയങ്ങൾ 304, മിച്ചഭൂമി പട്ടയങ്ങൾ 66 എന്നിങ്ങനെയാണ് പട്ടയങ്ങൾ അനുവദിച്ചത്. നിലവിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന 2ാമത്തെ പട്ടയമേളയാണിത്. കഴിഞ്ഞ വർഷം 2398 പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് പട്ടയമേളകൾ നടത്തുന്നത്. ഞാൻ പട്ടയത്തിന് കൊടുത്തതാണ്. പട്ടയം കിട്ടി, നല്ല സന്തോഷമായി. ഇവിടെ വന്നേലും പോയി മന്ത്രിയോട് വാങ്ങി എല്ലാത്തിനും സന്തോഷമായി. പിന്നെ പട്ടയത്തിന് 3-4 വർഷം നടത്തേണ്ടി വന്നില്ലെങ്കിലും ഇരുട്ടിയിൽ പോയി ഓഫീസർമാരുമായിട്ട് നല്ലൊരു ബന്ധമായി. എഴുത്തറിയില്ല, വായന അറിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ എനിക്ക് വേണ്ട പോലെ എല്ലാം ചെയ്തു തന്നു. അതുകൊണ്ടും ഗുണം ഇവിടെ വന്നിട്ട് അവരെനിക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു എല്ലാം. അതുകൊണ്ട് ഇവിടെ വന്നതിനും പങ്കെടുത്തതിനും പിന്നെ മന്ത്രിമാരുമായിട്ട് കണ്ടതിലും പരിചയപ്പെട്ടതിലും എല്ലാം സന്തോഷമുണ്ട്. തനിക്കെതിരെ പലതവണ വധശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് K സുധാകരൻ. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയതെന്നും സുധാകരൻ പറഞ്ഞു. ശക്തിധരന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നെ വകവരുത്താൻ CPM ശ്രമിച്ചിരുന്നുവെന്ന ദേശാഭിമാനി മുൻ പത്രാധിപ സമിതി അംഗം G ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുധാകരൻ. ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ കേസെടുക്കേണ്ടതാണെങ്കിലും സർക്കാർ കേസെടുക്കില്ലെന്ന് ഉറപ്പാണ്. പിണറായി സർക്കാരിൽ നിന്നും യാതൊരു നീതിയും പ്രതീക്ഷിക്കുന്നില്ലെന്നും സുധാകരൻ പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കുമോ എന്ന് അഭിഭാഷകനുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. വധശ്രമം പലതവണ ഉണ്ടായിട്ടുണ്ട്. എന്നെ കൊല്ലാൻ തീരുമാനിച്ച് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ ചെയ്തിട്ടില്ല, പക്ഷേ എന്തെങ്കിലും സംവിധാനത്തിൽ അത് പിൻവലിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇതൊന്നൊന്നുമല്ല. ഇതുപോലെ പലവട്ടം പല സന്ദർഭങ്ങളിൽ പലയിടങ്ങളിൽ അവരാളുകളെ വെച്ചിരുന്നു, അയച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം. കൂത്തുപറമ്പിൽ പോലും ഞാനൊരു പൊതുയോഗത്തിൽ പോയപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോകുമെന്ന് പ്രതീക്ഷിച്ച വീട്ടിൻ്റെ മുൻപിലുള്ള കല്ലുപെട്ട് കുഴിയുണ്ടല്ലോ, ആ കുഴിക്കകത്ത് കാത്തിരുന്ന ദിവസമുണ്ട്. പക്ഷെ എൻ്റെ ആയുസിൻ്റെ നീളം കൊണ്ട് ഞാൻ പോയില്ല ചായ കുടിക്കാൻ. അതുകൊണ്ട് ഞാൻ ജീവൻ രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ മറികടന്നാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എൻ്റെ ജീവൻ എടുക്കാൻ അവർ വിചാരിച്ചാൽ പറ്റില്ല. ഞാൻ ദൈവവിശ്വാസിയാണ്. ദൈവം വിചാരിക്കണം എന്നെങ്കിലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഐ ആം കോൺഫിഡൻറ്റ് ഫുള്ളി അബൌട്ട് ഇറ്റ്.
പൂർണ്ണമായും ഞാൻ വിശ്വാസമുള്ളവനാണ്. എന്നെ അങ്ങനെയൊന്നും എടുക്കാൻ CPM-കാർക്ക് സാധിക്കില്ല. ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ മരിക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം. ശക്തിധരനെ അറിയില്ലെന്നും ഇക്കാര്യം വെളിപ്പെടുത്തിയതിന് ഇന്ന് അദ്ദേഹത്തെ വിളിച്ച് നന്ദി പറയുമെന്നും സുധാകരൻ വ്യക്തമാക്കി. ആതുര പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന IRPC നഗരം കേന്ദ്രീകരിച്ച് സേവന പ്രവർത്തനങ്ങൾ വിപുലമാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സന്നദ്ധ സേവകരായ വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കുന്നത്. മഴക്കാലത്ത് വീടുകളിലും ഫ്ളാറ്റുകളിലും ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് 24 മണിക്കൂറും സേവനം നൽകുന്നതിന് വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് വോളണ്ടിയർമാരെ സജ്ജമാക്കിയിട്ടുണ്ട്. 9744545556 എന്ന നമ്പറിൽ വിളിച്ചാൽ നഴ്സിംഗ് കെയർ ഉൾപ്പെടെ വാഹന ആംബുലൻസ് സൗകര്യം ആശ്രയ ഹെൽപ്പ് ഡെസ്ക് സൗജന്യമായി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കണ്ണൂർ ടൗണും പരിസരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യത്തക്ക നിലയിലുള്ള സംവിധാനമാണ് നമ്മൾ തുടർന്ന് വന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിലൊക്കെ കണ്ണൂരും പരിസരങ്ങളിലുമെല്ലാമുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തൊഴിലാളികളെയും മറ്റ് തെരുവിൽ കഴിയുന്നവരെയുമെല്ലാം അതത് സമയത്ത് തന്നെ സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ ഉറപ്പുവരുത്താനും ഷെൽട്ടറുകൾ അവരെ അവിടെ എത്തിക്കാനും ഒക്കെ സാധിക്കത്തക്ക നിലയിലുള്ള ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനങ്ങൾക്ക് അന്ന് നമ്മൾ നേതൃത്വം കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഉള്ളൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കണ്ണൂരും പരിസരങ്ങളിലുമെല്ലാം ഫ്ലാറ്റുകളിലും മറ്റുമൊക്കെ താമസിക്കുന്ന ചിലപ്പം പ്രായമായിട്ടുള്ള ആളുകളാണ്, അവരുടെ മക്കളൊന്നും സ്ഥലത്തില്ല, പ്രായം ചെന്നവർ മാത്രം താമസിക്കുന്ന അത്തരം ഫ്ലാറ്റുകളിലൊക്കെയുള്ള ആളുകൾക്ക് രാത്രികാലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ, അസുഖവും മറ്റും വന്നാൽ അവരെ ഉടനടി ആവശ്യമായ ചികിത്സ കൊടുത്ത് സംരക്ഷിക്കത്തക്ക നിലയിലുള്ളൊരു സംവിധാനം പട്ടണത്തിൽ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പട്ടണം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം വീണ്ടും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ KP സുധാകരൻ, K ഷഹറാസ്, CM സാജിദ്, M സാജിദ്, സതീശൻ MT, അബ്ദുൾ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ. ജില്ലാതല പട്ടയ വിതരണം നടന്നു. 7454 പട്ടയങ്ങൾ വിതരണം ചെയ്തു. തന്നെ വധിക്കാൻ പലതവണ ശ്രമം നടന്നു. തികഞ്ഞ ദൈവവിശ്വാസമുള്ളതിനാൽ മാത്രം രക്ഷപ്പെട്ടുവെന്നും K സുധാകരൻ. G ശക്തിധരനെ തന്റെ നന്ദി അറിയിക്കുമെന്നും KS. കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കണമെന്ന ആവശ്യം NGO അസോസിയേഷൻ കളക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തി. ക്ഷാമബത്ത നൽകിയിട്ട് വർഷം 3 കഴിഞ്ഞു. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wynard Village Resort. Touch your inner soul. Be at ease with yourself.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർ കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശികയായ ക്ഷാമബത്ത അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ പ്രധാന കവാട പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം സിവിൽ സ്റ്റേഷൻ അനക്സിലെ RT ഓഫീസ്, പൊതുമരാമത്ത് ഓഫീസ്, താലൂക്ക് സപ്ലൈ ഓഫീസ് എന്നിവ ചുറ്റി കളക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ കൂടി ഉപവാസ പന്തലിൽ സമാപിച്ചു. ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് ഇടതുപക്ഷക്കാരെന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ നേതാവായ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇതാ കുരിയാടി ചെമ്പിനകത്തും സ്വർണം കടത്തിയെന്ന് ആക്ഷേപം വരുന്നു. എന്ത് അന്വേഷണമാണ് നടത്തിയത് നമ്മൾ ആലോചിക്കണം. ഇപ്പോഴും പക്ഷേ അതിനകത്ത് കൂട്ടുപ്രതി ഇപ്പോഴും ജയിലിലാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ തട്ടിപ്പ് നടത്തി. ആ തട്ടിപ്പ് നടത്തിയത് എന്ന് പറയുന്നത് കമ്മീഷനുമായി എല്ലാ ഇടപാടുകളും നടത്തിയത് മുഖ്യമന്ത്രി ഓഫീസിലാണ്. അത് കൂട്ടുനിന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് പറഞ്ഞത്. സ്വപ്ന സുരേഷ് അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ശിവശങ്കരൻ മാത്രം ജയിലിനുള്ളിൽ പോകുന്നത്? DA കുടിശ്ശിക 5 ഗഡുവിൽ നിന്നും 6 ഗഡുവിലേക്ക് കടന്നെന്നും ക്ഷാമബത്ത അനുവദിച്ചിട്ട് 3 വർഷങ്ങളായെന്നും KK രാജേഷ് ഖന്ന പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KV മഹേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V സത്യൻ സ്വാഗതവും, നാരായണൻകുട്ടി മനിയേരി, KV അബ്ദുൾ റഷീദ്, ഉണ്ണികൃഷ്ണൻ, ജോയ് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പൂർണ്ണമായി മാറ്റുന്ന പ്രക്രിയ നവംബർ 1 പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കണ്ണൂർ താലൂക്ക് ഓഫീസിൽ പുതുതായി പണി കഴിപ്പിച്ച കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ വിപുലമായ സൗകര്യവും സുതാര്യതയും ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ താലൂക്ക് ഓഫീസിൽ പുതുതായി പണി കഴിപ്പിച്ച കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിപുലവും വിസ്താരവുമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്ന് കേരളത്തിലെ വില്ലേജ് ഓഫീസുകളെ സ്മാർട്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഈ വരുന്ന നവംബർ 1 കേരളത്തിലെ 1666 വില്ലേജുകളും 27 RD ഓഫീസുകളും 77 താലൂക്ക് ഓഫീസുകളും സ്പെഷ്യൽ LA ഓഫീസുകളും 14 കളക്ടറേറ്റുകളും ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ റവന്യൂ വിഭാഗവും ഒരുപോലെ ചങ്ങലബന്ധിതമായിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാൻ കഴിയുന്ന വിധത്തിൽ 2023 നവംബർ 1 കേരളമാകെ സമ്പൂർണമായ റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാനുള്ള വഴിയോട്ടത്തിലാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, മേയർ T.O. മോഹനൻ, ജില്ലാ കളക്ടർ S. ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. പയ്യന്നൂർ വൃന്ദാവൻ റിസോർട്ടിൽ ബീറ്റ മീറ്റ് 2023 BSNL എക്സ്ക്ലൂസീവ് ടെലികോം കൺവെൻഷൻ നടന്നു. BSNL ജനറൽ മാനേജർ രാജീവ് ഉദ്ഘാടനം ചെയ്തു. IPTV OTT പ്ലാനിനെ കുറിച്ച് ഭൂമിക മാനേജിംഗ് ഡയറക്ടർ ജയദേവൻ വിശദീകരിച്ചു. ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സസ്റ്റൈൻഡ് ആയിട്ടുള്ള ക്വാളിറ്റി സർവീസ് ആണ് വേണ്ടത്. അതിന് ഒരു സ്റ്റേബിൾ ഇൻഫ്ര എന്നുള്ളതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പൊ ആ രീതിയിൽ 14 ബാറ്ററി സെറ്റ് ഇന്നലെ കണ്ണൂർ എത്തിയിട്ടുണ്ട്. അടുത്ത ഒരു 23 സെറ്റ് കൂടി
ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് ചൂടിന്റെ പ്രശ്നമില്ല. പല സ്ഥലങ്ങളിലും നമ്മുടെ OLP ഒക്കെ വളരെ ഹീറ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എനിക്കൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുള്ളത് 145 പുതിയ സ്പ്ലിറ്റ് AC വാങ്ങാനുള്ള ക്യാപെക്സ് അപ്രൂവൽ CGL തന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ടെൻഡർ ഓൾറെഡി ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല പബ്ലിസിറ്റി കൊടുക്കാം. അപ്പം അത് നമുക്ക് വരും. ബിറ്റ ജില്ലാ പ്രസിഡന്റ് സജീവൻ അധ്യക്ഷത വഹിച്ചു. ബിറ്റ ജനറൽ സെക്രട്ടറി അജയ് കുമാർ NP മുഖ്യാതിഥിയായിരുന്നു. തമ്പാൻ K ഹരിപ്രസാദ്, അരുൺ പ്രകാശ്, അജിൻ P എന്നിവർ സംബന്ധിച്ചു. വളപട്ടണം സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഇനി പുതിയ കെട്ടിടത്തിൽ. ഉദ്ഘാടന കർമ്മം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. സംസ്ഥാനത്തെ പഴക്കം ചെന്ന വില്ലേജ് ഓഫീസുകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വളപട്ടണം വില്ലേജ് ഓഫീസ്, കുഞ്ഞിമംഗലം വില്ലേജ് ഓഫീസ്, എരുവേശി വില്ലേജ് ഓഫീസ് എന്നിവയ്ക്ക് പുതിയ കെട്ടിടങ്ങൾ ഒരുങ്ങിയത്. 44 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വില്ലേജ് ഓഫീസറുടെ മുറി, കാത്തിരിക്കാനുള്ള ഏരിയ, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം, റെക്കോർഡ് മുറി, റീഡിംഗ് ഏരിയ, മീറ്റിംഗ് ഏരിയ, ശുചിമുറി, റാമ്പ് എന്നിവയാണ് ഒരു നില കെട്ടിടത്തിലുള്ളത്. ഇതിനു പുറമെ ചുറ്റുമതിൽ, ഗേറ്റ്, ഇന്റർലോക്ക് പതിക്കൽ എന്നീ പ്രവൃത്തിയും നടത്തിയിട്ടുണ്ട്. അഴീക്കോട് MLA KV സുമേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ചന്ദ്രശേഖർ IAS, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഷമീമ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സരള, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KP താഹിറ, വളപട്ടണം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഖദീജ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ഡോക്ടേഴ്സ് ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി ഡോക്ടറെ ആദരിച്ചു. വൈസ്മെൻ ക്ലബ് ധർമ്മശാലയും വൈസ് മെന്നേഴ്സ് ക്ലബ് ധർമ്മശാലയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ സൈറസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാനും പാപ്പിനിശ്ശേരി MM ഹോസ്പിറ്റലിന്റെ CMOയും ആയ ഡോക്ടർ സൈനുൽ ആബുദ്ദീനെ ആദരിച്ചു. AP ദാമോദരനും SH സഹജൻ MEയും കൂടി മൊമെന്റോ നൽകി. രമേശ് സഹജൻ ME, മധു പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ചക്കരക്കൽ ഇരുവേരി സ്വദേശിയെ കൊന്ന് കനാലിന് സമീപം ഉപേക്ഷിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും. ഇരുവേരി സ്വദേശി അബ്ദുൾ ഷുക്കൂറിനാണ് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത്. ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചക്കരക്കൽ ഇരുവേരി സ്വദേശിയെ കൊന്ന് ചാക്കിലാക്കി കനാലിന് സമീപം ഉപേക്ഷിച്ച കേസിലെ പ്രതി അബ്ദുൾ ഷുക്കൂറിന് ജീവപര്യന്തം തടവും പിഴയും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2021 ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇരുവേരി മിടാവിലോട് പ്രജീഷിനെയാണ് കൊലപ്പെടുത്തിയ ശേഷം ഇരുവേരി കനാലിന് സമീപം ഉപേക്ഷിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ അബ്ദുൾ ഷുക്കൂർ, പ്രശാന്തൻ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കേസ് അന്വേഷണം ഇൻസ്പെക്ടർ സത്യനാഥൻ പൂർത്തിയാക്കി പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് റൂബിയാണ് വാദം കേൾക്കുകയും വിധി നടപ്പിലാക്കുകയും ചെയ്തത്. 2ാം പ്രതി പ്രശാന്തനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. 1ാം പ്രതി അബ്ദുൾ ഷുക്കൂറിന് ജീവപര്യന്തം ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് K രൂപേഷാണ് ഹാജരായത്. ചെറുവാഞ്ചേരി മഹമ്മൂദ് ഉസ്താദ് റിലീഫ് സെല്ലിന് കീഴിൽ ആംബുലൻസ് സേവനം നാടിന് സമർപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് TC ഇബ്രാഹിം ഹാജി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. റിലീഫ് സെൽ ചെയർമാൻ PK മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ഖത്തർ കണ്ണൂർ ജില്ലാ KMCC മുൻ പ്രസിഡന്റ് അസ്കർ അലി CK ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ CP നൂറുദ്ദീൻ മുസ്ലിയാർ, EMC മുഹമ്മദ്, TVK ഇബ്രാഹിം, UK നാസർ മാസ്റ്റർ, വാർഡ് മെമ്പർ സമീർ, പാട്യം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫായിസ്, റഷീദ് കളത്തിൽ, നിസാർ KV, EMK മുഹമ്മദ്, സുബൈർ K, അഡ്വക്കേറ്റ് സജീർ TP, ജംഷീർ TC, നാസർ PP, സലീം TP, ഷംസീർ ചാത്തോത്ത്, ദുബായ് KMCC മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് അസീസ് KM, VK റയീസ്, ജാഫർ K തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഉബൈദ് സനൂസി സ്വാഗതവും അനീസ് PK നന്ദിയും പ്രകാശിപ്പിച്ചു. UDF അധികാരത്തിൽ വന്നാൽ പിണറായി വിജയന്റെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു സ്ഥാനം ഉറപ്പാക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. UDF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയിൽ മോദിയും പിണറായിയും തമ്മിൽ മത്സരമാണെന്നും പിണറായി നടത്തിയ എല്ലാ അഴിമതിയും അന്വേഷിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. UDF അധികാരത്തിൽ വരും, പിണറായി വിജയൻ ഇറങ്ങിപ്പോകും, നിങ്ങളെ കാത്തിരിക്കുന്നു. പിണറായി വിജയനോട് ഞാൻ പറയുന്നു, നിങ്ങൾ കട്ടുമുറിച്ച എല്ലാ കേസുകളും UDF അധികാരത്തിൽ വന്നാൽ പൊക്കിയെടുത്ത് ഞങ്ങൾ തുറക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ ഓർക്കുക. സാധാരണക്കാരന്റെ പണം, സാധാരണക്കാരന്റെ സമ്പാദ്യം അത് തട്ടിയെടുത്ത് നാടിൽ മുഖ്യമന്ത്രിയായി വിലസുന്ന താങ്കൾക്കുമുണ്ട് ഒരവസാന ദിവസം. കുറച്ചു വെച്ചോളൂ. ആ
പ്രവർത്തനത്തിലേക്ക് നടന്നെടുക്കുകയാണ് എന്ന് മാത്രം ഇവിടുത്തെ CPM-ന്റെ ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ദുർബലമാക്കാം എന്നത് പിണറായിയുടെ കിനാവാണ്. പേടിപ്പിക്കാൻ നോക്കേണ്ട, പ്രതിയാക്കാം, ശിക്ഷിക്കാനാവില്ല. നിരവധി കള്ളക്കേസുകളിൽ ഇപ്പോൾ തന്നെ പ്രതിയാക്കിയെന്നും സുധാകരൻ പറഞ്ഞു. കടൽ നീന്തി കടന്ന തന്നെ കൈത്തോട് കാട്ടി പേടിപ്പിക്കേണ്ട. CPM-ന്റെ ബോംബിന് മുന്നിൽ തോറ്റിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. അടുത്ത തവണ LDF-ന് അധികാരം നഷ്ടമാകും. UDF അധികാരത്തിലെത്തുകയും ചെയ്യും. പിണറായി നടത്തിയ എല്ലാ അഴിമതിയും അന്ന് അന്വേഷിക്കുകയും പിണറായി വിജയനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കുമെന്നും കെ സുധാകരൻ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് അമിത ബാധ്യത വരുത്തുന്ന സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് വൈദ്യുതി ബോർഡ് സ്വകാര്യവൽക്കരിക്കുന്ന നീക്കത്തിൽ പ്രതിഷേധിച്ച് LCCOEE-യുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമര സന്ദേശ പ്രചരണ ജാഥ സമാപിച്ചു. കാൽടെക്സിൽ നടന്ന സമാപന പരിപാടി CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്ക് അമിത ബാധ്യത വരുത്തുന്ന ടോടെക്സ് മാതൃകയിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് വൈദ്യുതി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കുന്ന ബോർഡ് മാനേജ്മെന്റ് നീക്കത്തിനെതിരെയാണ് വൈദ്യുതി ബോർഡിലെ ഓഫീസർമാരും ജീവനക്കാരും LCCOയുടെ നേതൃത്വത്തിൽ സമരപരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായുള്ള പ്രചരണാർത്ഥം ജൂൺ 26-ന് പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച സമര സന്ദേശ പ്രചരണ ജാഥ 4 ദിവസങ്ങളിലായി ജില്ലയിലെ 28 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കണ്ണൂർ കാൽടെക്സിൽ സമാപിച്ചു. AITCU ജില്ലാ വൈസ് പ്രസിഡന്റ് N ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ജാഥാംഗങ്ങൾക്ക് ഉപഹാരം നൽകി. ജാഥ ലീഡർ K രഘുനാഥൻ, ജാഥാംഗങ്ങളായ ബേബി ജോസഫ്, VP ഉദയകുമാർ, രാജേഷ് മണാട്ട്, C ഗ്രിനേഷ്, TC സൂരജ്, AP വിജേഷ്, രാധാകൃഷ്ണൻ, A ലക്ഷ്മണൻ, AITUC നേതാവ് CP സന്തോഷ് കുമാർ, CITU നേതാവ് LV മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. K ദേവകുമാർ, A സമീർ, PP ഷൈജു, ശ്രീജേഷ് C, N സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മാനേജർ PA കരീം അധ്യക്ഷത വഹിച്ചു. PP സുബൈർ, അജിത് കുമാർ, PP വത്സലൻ, മുഹമ്മദ് അലി കൂടാലി, മുഹമ്മദ് അലി V, നസ്രി നമ്പ്രം, PP അബൂബക്കർ, KP മുനാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അവരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന വിധം എല്ലാ സേവനങ്ങളും ചെയ്യുന്ന ഒരു അധ്യാപക വിഭാഗം തന്നെ നമ്മുടെ ഇടയിലുണ്ട്. വീടുകളിൽ നിന്നുള്ള പ്രോത്സാഹനങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ തരത്തിലുള്ള വിജയങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മുടെ സർക്കാർ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കേരളക്കരയെക്കുറിച്ച് നമുക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 20 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 5415, പവന് 43,320 രൂപ, വെള്ളി 76 രൂപ. അറിയിപ്പ്. ധനവാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ. ജില്ലാതല പട്ടയ വിതരണം നടന്നു. 7454 പട്ടയങ്ങൾ വിതരണം ചെയ്തു. തന്നെ വധിക്കാൻ പലതവണ ശ്രമം നടന്നു. തികഞ്ഞ ദൈവവിശ്വാസമുള്ളതിനാൽ മാത്രം രക്ഷപ്പെട്ടുവെന്നും കെ സുധാകരൻ. G ശക്തിധരനെ തന്റെ നന്ദി അറിയിക്കുമെന്നും KS. കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കണമെന്ന ആവശ്യം NGO അസോസിയേഷൻ കളക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തി. ക്ഷാമബത്ത നൽകിയിട്ട് വർഷം 3 കഴിഞ്ഞു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.